കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം 3 നാൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നെറ്റ്വർക്ക് ചാനൽ ഈ 3 ദിവസങ്ങളിലും പ്രേക്ഷകരിലേക്ക് വാർത്തകളും അതുപോലെ തന്നെ തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചതിൻ്റെ ഏറെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇതിൻ്റെ പ്രധാന സ്പോൺസർ എന്ന് പറയുന്നത് പയ്യന്നൂരിലെ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്ററാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഈ പ്രദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകിയ സ്ഥാപനമാണ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ. അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ഈ പരിപാടി തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെ സദാസമയവും ഞങ്ങളോടൊപ്പം ഉണ്ടായി. ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുകയാണ്. പ്രധാനമായും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ശ്രീ സന്തോഷ് കുഞ്ഞിമംഗലം, അതുപോലെ തന്നെ സുജിത്ത് UM, മൃണാൾ, ജയേഷ് താലിച്ചാലം, വിജേഷ്, ശരത്ത്, അഗ്നിവേഷ്, സജേഷ് നായർ, അതുപോലെ തന്നെ ഞങ്ങളുടെ അവതാരകരായി രാവിലെ മുതൽ ഞങ്ങളോടൊപ്പം KN വർഷ, ചാന്ദിനി എന്നിവരുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ MD ശ്രീ മനോജ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും മത്സരഫലം ഇതുവരെയുള്ള മത്സരഫലം നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് ഏതൊക്കെ ഉപജില്ലകളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉപജില്ല കണ്ണൂർ നോർത്ത് ഉപജില്ല 653 പോയിന്റ് നേടിക്കൊണ്ട് മുന്നിൽ നിൽക്കുകയാണ്. തൊട്ടടുത്തായി മാടായി ഉപജില്ല 611 പോയിന്റുമായി തൊട്ടടുത്തുണ്ട്. അതുപോലെ തന്നെ 3-ാം സ്ഥാനത്ത് മട്ടന്നൂർ ഉപജില്ല 609 പോയിന്റുമായി 3-ാം സ്ഥാനത്തുണ്ട്. 4-ാം സ്ഥാനത്ത് തളിപ്പറമ്പ് നോർത്ത് 608 പോയിന്റുമായി തളിപ്പറമ്പ് നോർത്ത്. അതുപോലെ തന്നെ ഇരട്ടിയും 608 പോയിന്റ് നേടിക്കൊണ്ട് മുന്നിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കൂളുകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏത് സ്കൂളാണ് മുന്നിൽ നമുക്ക് നോക്കാം. മമ്പറം HSS തലശ്ശേരി നോർത്താണ് 251 പോയിന്റ് നേടിക്കൊണ്ട് മുന്നിലുള്ളത്. അതുപോലെ തന്നെ AKGയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഗവൺമെൻറ് HSS പെരളശ്ശേരി ആണ് 245 പോയിന്റ് നേടിക്കൊണ്ട് 2-ാം സ്ഥാനത്ത് ഉള്ളത്. അതുപോലെ തന്നെ മഹാനായ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന രാജീവ് ഗാന്ധി മെമ്മോറിയൽ HSS 232 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആദ്യ ദിവസങ്ങളിൽ നൃത്ത ഇനങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടുവരികയാണ്. ഇന്ന് പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത് സംഘനൃത്ത മത്സരമാണ്. സംഘനൃത്ത മത്സരവേദിയിൽ നിറഞ്ഞ കാണികളെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കലോത്സവത്തിൽ ആദ്യമായി ഗോത്രകലകൾ അവതരിപ്പിച്ച ഒരു കലോത്സവം കൂടിയാണ്. ഏറെ വൈകി കലോത്സവം നടക്കുമ്പോഴും ഗോത്രകലകൾ നടക്കുന്ന വേദിക്കും അതിൻ്റെ പരിസരത്തും നിരവധി ആളുകളാണ് ഇപ്പോഴും പരിപാടി കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഏതായാലും വളരെ നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.